അപ്പൊ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന റൂമിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അത് കഴിച്ചിരുന്നില്ല. ഇത്ര നിർബന്ധ സാഹചര്യം വരുമ്പോ തന്റെ അണികൾ എങ്ങനെയാണ് ഇത്രയും ദിവസം പട്ടിണി കിടക്കുന്നത് ചോദിക്കുമ്പോ, ജീവിതത്തിൽ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുമായിരുന്നു, എനിക്ക് നിങ്ങൾ ആരുടെയും ആവശ്യം വേണ്ട, എന്റെ പടച്ചവനോട് ചോദിച്ചാൽ ഒരു കൂടെ നിറച്ച് ഭക്ഷണം എനിക്ക് അള്ളാഹു തരും. ഇതുപോലെ അള്ളാഹു ഇബാദത്ത് ചെയ്തിരുന്ന റൂമിന്റെ അകത്ത് ഭക്ഷണം കൊടുത്ത വേറൊരു സ്ത്രീയുണ്ട്. ആരെന്നറിയോ? ആരാ? ആര്? കമലാശ്രീ ശബാനത്തുൽ മിസ്രി ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വേറൊരാളെ കുറിച്ച്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഇബാദത്ത് ചെയ്തിട്ട്, പ്രിയമുള്ളവരെ, സ്വർഗത്തിന്റെ ഭക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിരുന്നത്. ചെറിയ ഭക്ഷണമല്ല, രുചികരമായ ഭക്ഷണമാണ് ഇറക്കി കൊടുത്തിരുന്നത്. എന്റെ പ്രിയമുള്ള ഉമ്മ, ഈ കാലഘട്ടത്തില് നിസ്കരിച്ചു ദുആറിട്ട് നിന്റെ ദാരിദ്ര്യം പോലും മാറുന്നില്ലല്ലോ പെണ്ണേ. സ്വർഗത്തിന്റെ ഭക്ഷണം വേണ്ട, സ്വർഗത്തിന്റെ പാത്രം വേണ്ട, നിനക്ക് അല്ലാഹു തന്ന ദാരിദ്ര്യമെങ്കിലും ഒന്ന് മാറാ, അല്ലാഹു തന്ന ദാരിദ്ര്യമെങ്കിലും ഒന്ന് മാറ്റിക്കൊടുക്കാൻ നിന്റെ ഇബാദത്ത് കൊണ്ട് നിനക്ക് കഴിയുന്നില്ല. എന്തേ കഴിയാത്തതെന്നറിയോ? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നറിയോ? ഒന്നാമത്തെ കാരണം, നിങ്ങൾ നിലത്ത് വീടുന്ന ഭക്ഷണത്തെ നിസാരമാക്കുകയാണ് പാടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്ത് ഭക്ഷണം വീണാൽ അതിനെ നിസാരമാക്കാൻ പാടില്ല. നമ്മൾ അതിന് പറയുന്ന പേര് എച്ചിൽ എന്നാണ്. ആ വാക്ക് നിങ്ങൾ ഉച്ചരിക്കുമോ, അന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എച്ചിലെന്ന് പറഞ്ഞാൽ ഇല്ലേ, ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് വലിച്ചെറിയുന്ന ഇലയുടെ മുകളിലിരിക്കുന്ന ഭക്ഷണം നായയുടെ കൂടെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്നവർ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിലത്ത് വീഴുന്ന ഭക്ഷണം എച്ചിൽ എന്ന് പറഞ്ഞ് കളയാൻ പാടില്ല. അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി പോകുമ്പോൾ എന്റെ ഈ കൈയിലേക്ക് നീ നോക്കണം. കൈ കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഈ കൈയിലേക്ക് നോക്കണം. വിരൽ തുമ്പുകളിൽ, വിരലുകൾക്കിടയിൽ ഭക്ഷണമുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് പൈപ്പ് തുറന്ന് കഴുകിക്കളയാനല്ല ചെയ്യാനുള്ളത്. ആ കൈവിരലുകളിരിക്കുന്ന മുഴുവൻ ഭക്ഷണവും നീ വെടുപ്പോടുകൂടി വൃത്തിയോടുകൂടി കഴുകി കഴിച്ചതിന് ശേഷമേ കഴുകാവൂ. ഇല്ലെങ്കിൽ അതും നിന്റെ കുടുംബത്തിൽ ദാരിദ്ര്യത്തെ ഉണ്ടാക്കി തീർക്കും. ഇതുമല്ലാതെ അടുക്കള രാത്രിയിൽ തൂത്ത് വൃത്തിയാക്കുമ്പോൾ, ആള് അടിച്ചു വാരുമ്പോൾ അല്ലേ, ഹാളിലിരുന്നു കൊണ്ട് വാപ്പായും ഉപ്പാപ്പായും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ കുറെ ഭാഗങ്ങൾ എത്തില്ലെന്ന് പറഞ്ഞ് വീടിന്റെ ഒരു മൂലയ്ക്ക് പിന്നെ അടിച്ചുവാരി കൂട്ടിവെക്കുമ്പോൾ ഒരു കുന്നു ഭക്ഷണമുണ്ടാകും. ഇതും നിന്റെ ദാരിദ്ര്യത്തിന് കാരണമാണ്. അതുപോലെ സഹോദരിമാരെ, ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, മലർന്നു കിടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, ആ ഭക്ഷണത്തിനോട് മര്യാദയില്ലാതെ പെരുമാറുന്നവരെ, നിങ്ങൾ കോടീശ്വരന്റെ ഭാര്യയാണെങ്കിൽ, കോടിപതികളുടെ സമ്പന്നവർഗത്തിന്റെ വീടിന്റെ ഉള്ളറയിൽ കഴിയുന്നവരാണെങ്കിൽ നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരുന്നതാ. അല്ലാഹു